ഹായ് ആൾ, എക്സിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇജുക്കാൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. അപ്പോൾ ഞാനിന്ന് മന്തിയാണ് രാത്രി നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിന്ന് നോമ്പ് തുറക്കാനായിട്ട് സിമ്പിളായിട്ടുള്ള സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്നാക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആ എണ്ണ തന്നെ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി വാട്ടിയെടുത്ത് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിന് നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്, സാധാരണ നമ്മൾ സമൂസയിലൊക്കെ ചെയ്യുന്ന പോലെ. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മിഡിലിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, മൈദ ഒഴിച്ച് നന്നായിട്ടൊന്ന് അതിനൊന്ന് ജസ്റ്റ് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഈ വൈറ്റ് സോസ് പാസ്ത ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ക്രീമി ആയി വരും. ആ സമയത്ത് ഈ മസാല മൊത്തമായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്ത പണിയിലേക്ക് പോകാം. അടുത്തതായിട്ട് ഞാൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ മസാലക്കൂട്ട് വെച്ചിട്ടുള്ള മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. 2 കെച്ചപ്പ്, പിന്നെ ഉണക്കനാരങ്ങ, പട്ട, ഗ്രാമ്പൂ, ഏലം, പിന്നെ ഈ മസാല, മന്തി മസാല, പിന്നെ 2 പാക്കറ്റ് ഓയിലും മാഗി സ്റ്റോക്കാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പാത്രത്തിലാണ് ഞാൻ മന്തി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാകും. ഫസ്റ്റ് ഈ ചിക്കനൊക്കെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് കുത്തി കൊടുക്കുക. കത്തിയോ ഫോർക്കോ സ്ക്യൂറോ, ആ മസാല ഒക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് തുടങ്ങിയപ്പോൾ 4 മണിയാണ് ആയിട്ടുണ്ടായിരുന്നത്. അസറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിച്ചണിലേക്ക് കയറിയതാണ്. അപ്പോൾ ചോറായതുകൊണ്ട് ഇത് പെട്ടെന്ന് ആക്കി വെക്കുന്നില്ല, മാരിനേഷനൊക്കെ ചെയ്ത് അവിടെ വെക്കുക. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആവുമല്ലോ മന്തിയൊക്കെ, അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ക്യൂബ് അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ മസാല ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ മസാല ഞാനൊരു വലിയ സ്പൂണിൽ 1.5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 സ്പൂണ് ഈ മസാല ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മുഴുവൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് ചോറായി വരുമ്പോൾ ക്യാപ്സിക്കം ഒന്നും കാണൂല കേട്ടോ. അതേപോലെ പുതിന 1 പിടി, മല്ലിയില 1 പിടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഓയിൽ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ വന്ന ഓയിലിൻ്റെ 1 പാക്കാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് ഫുഡ് കളർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടൈഗറിൻ്റെ നമ്മുടെ റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തില്ല, പൊടിയാണ് ഇട്ട് കൊടുത്തില്ല, ലിക്വിഡ് അല്ല. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിൽ ടേസ്റ്റായിട്ട് ഒരു ബന്ധവുമില്ല. അതും കൂടി ആയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അരച്ച് വെക്കാം. അതേസമയം തന്നെ നമുക്കിത് അരിയും ഒന്ന് സോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് സാധാരണ ബസ്മതി റൈസാണ് കേട്ടോ, നമ്മുടെ സെല്ല റൈസ് അങ്ങനെയുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ ഒന്നുമല്ല. നമ്മൾ സാധാ അരി ഇങ്ങനെ ലൂസ് വാങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബസ്മതി റൈസും ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 അല്ല, 1/2 കിലോ ഉണ്ട് ഇത്. ഇനി നമുക്ക് അരി അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇജുക്കാൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കുന്നുണ്ട്, പാലടൻ്റെ. ഇന്ന് തരിക്കഞ്ഞിക്ക് പകരം പായസമാണ് ഉണ്ടാക്കുന്നത്. നോമ്പിന് എല്ലാ ദിവസവും നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കിച്ചൺ ട്രഷറിൻ്റെ
പാലട മിക്സ് ആയിരുന്നു വാങ്ങിച്ചത്. അതിലേക്ക് ഇതാ ഞാൻ കുക്കറിലാണ് പാലട ഉണ്ടാക്കൽ. അപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് ഒരു പാക്കറ്റ് പാല്, നമ്മൾ മിൽമൻ്റെ ഒരു പാക്ക് പാലും പിന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഈ 300 ഗ്രാമിൻ്റെ പകുതി, അതായത് 150 ഗ്രാം കിച്ചൺ ട്രഷറിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതൊന്ന് കുക്കറൊക്കെ അടിച്ച് വിസിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ അത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് ആയിക്കോളും. ഇനി നമുക്കിതാ ഒന്ന് കാട ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് ഇജുക്ക വരുമ്പം കൊണ്ടുവന്നതാണ്. നോമ്പിന് കാട പൊരിച്ചത് കഴിക്കാൻ എന്തോ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ അതാ മുളക് പൊടി, അതേപോലെയുള്ള പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, ഗരം മസാല, പിന്നെ വിനേഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുമ്പൊക്കെ നോമ്പിൻ്റെ സമയമാകുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ മുഖദാർ സൈഡിൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെ കാട പൊരിച്ചത്, കാടമുട്ട അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ തട്ടുകട സ്റ്റൈലാണ്. അപ്പോൾ നല്ല രസമായിരുന്നു. അവിടെയൊക്കെ പോയി ഇടയ്ക്ക് ഒരു തവണയൊക്കെ ഒന്ന് അവിടെ പോയി കഴിക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിനതാ വൈറ്റ് സോസ് കട്ട്ലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനതാ ഞാൻ ഉന്നക്കായിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. സാധാരണ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയാൽ കട്ട്ലറ്റ് പോലെ തന്നെ തോന്നണ്ട വിചാരിച്ചിട്ട് ഇതാ ഞാനൊരു കബാബിൻ്റെയും ഉന്നക്കായിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ മുഴുവനും ആ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ കട്ട്ലറ്റ് ഒക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് എഗ് വാഷ് ചെയ്തിട്ട് അതിന് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട്ലറ്റ് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ അതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ എല്ലാത്തിനെയും നമ്മളെ പാനിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എല്ലാം വെന്ത് ഐറ്റംസ് അല്ല, അപ്പോൾ മുക്കി പൊരിക്കുന്ന രീതിയിൽ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് അവിടെ നിന്ന് ഫ്രൈ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇന്ന് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ഫ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് തവണ നമ്മൾ കഴുകുക, നന്നായിട്ട് ക്ലിയർ ആവുന്നത് വരെ കഴുകുക. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ക്ലോത്ത്, ഒരു കോട്ടൻ്റെ മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ തുടച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്, 1 സ്പൂൺ അരിപ്പൊടി. അതേപോലെ തന്നെ അടുത്ത പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലവർ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ടല്ല, ഈ പാത്രം ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ഭാഗത്തും കോട്ടായി കിട്ടും. നമ്മളിതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാലും ഫ്ലെയിം കുറയ്ക്കണ്ട, അങ്ങനെ തന്നെ വെക്കുക. പിന്നെ ഇളക്കി കളിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ നിൽക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏകദേശം പാകമാവുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലെയിം കുറയ്ക്കുക, അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്രൈസ് അവിടുന്ന് ആവുന്നുണ്ട്. ആ സമയം ഞാനിതാ റൂഅഫ്സ ഉണ്ടാക്കുകയാണ്. നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചിട്ടുള്ള ലൈറ്റായിട്ടുള്ള റൂഅഫ്സയാണ് നോമ്പ് തുറക്കാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളിതാ റൂഅഫ്സേൻ്റെ കൂടെ കുറച്ച് ഇട്ടിട്ട് അങ്ങനെ കുടിക്കാറുണ്ട്. പിന്നെ അതാ നമ്മളെ ഫ്രൈസ് കണ്ടില്ലേ നിങ്ങൾ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. വാടിയിട്ടും ഒന്നും അല്ലാതെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുത്ത പാട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കുഴഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഈ രീതിയിൽ ഫ്രൈസ് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ എല്ലാ ബാച്ചും ഞാനിതാ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സൂപ്പർ ഫ്രൈസാണ് കിട്ടിയിട്ടുള്ളത്.
ഇപ്പോൾ ഏകദേശം സമയം ആവാനായിട്ടുണ്ട് ബാങ്ക് കൊടുക്കാനുള്ള. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വത്തക്കയും ഒക്കെ മുറിച്ചിട്ട് കൊണ്ടുവെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ പായസമൊക്കെ എടുക്കുന്ന സമയത്ത് കാണിക്കാൻ ടൈമില്ലായിരുന്നു. പിന്നെ എത്ര ടൈം ഉണ്ടെന്ന് വിചാരിച്ചാലും ആ സമയത്ത് നല്ലൊരു റഷായിരിക്കും. അപ്പോൾ ഞാനിതാ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. അതിന് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മന്തിക്കുള്ള ചിക്കൻ ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാരിനേഷൻ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ അതേ പാത്രത്തിൽ സെയിം അങ്ങനെ തന്നെ കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല സിമ്മായിട്ടാണ് ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് അടിച്ചു വെച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കടായിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ ഒരു ഏലം, ഒരു ചെറിയ പീസ് പട്ട, കറാമ്പ്, അതേപോലെ തന്നെ ചെറിയ പീസ് ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ചോറ് അവിടെ മൂടി വെക്കുക, നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. ഒക്കെ നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് അതിനെ ഊറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു അരമണിക്കൂറിന് ശേഷം, ഒരു 25 മിനിറ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ, അതിനുശേഷം നമ്മൾ ചിക്കനും പാകമായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പകുതി ചോറിട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ചോറിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള കാട ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ട് ആ കാട നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നമ്മളെ കാട ഇതാ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മയോണൈസിൻ്റെ ഒക്കെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.